ഡബിൾസ് ബാക്ക് ആൻഡ് ഷോർട്ട് സർവീസിൻ്റെ ടെക്നിക്കൽ സൈഡ് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, ബാക്ക് ആൻഡ് സർവീസിനെ പറ്റി ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫസ്റ്റ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ടെക്നിക്കൽ സൈഡിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്റ്റെപ്പ് 1 എന്ന് ഉദ്ദേശിക്കുന്നത് റാക്കറ്റ് എങ്ങനെ ഹോൾഡ് ചെയ്യണം, അതുപോലെ തന്നെ ഷട്ടിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതാണ്. പ്രോപ്പർ ബാക്ക് ആൻഡ് ഗ്രിപ്പ് പ്ലസ് അതിൻ്റെ കൂടെ റാക്കറ്റ് മാക്സിമം കയറ്റി പിടിക്കുന്നതനുസരിച്ച് റാക്കറ്റിൽ നിങ്ങൾക്ക് അത്രത്തോളം കൺട്രോൾ കിട്ടും. ഇറക്കി പിടിക്കുമ്പോൾ കൺട്രോൾ കുറയും. അതിൻ്റെ കൂടെ തന്നെ ഷട്ടിൽ പിടിക്കുന്ന സമയത്ത് ഒരു സിംഗിൾ ഫെദറിൽ ഇൻഡെക്സ് ഫിംഗറും തം ഫിംഗർ യൂസ് ചെയ്തിട്ട് പിടിക്കുക. അതാണ് ഏറ്റവും കംഫർട്ടബിൾ. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് നിങ്ങളുടെ പൊസിഷനാണ്. നിങ്ങൾ ടീ ലൈനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുക. റൈറ്റ് ലെഗ് ആയിരിക്കണം ഫ്രണ്ടിൽ. സ്റ്റെപ്പ് 3 എന്ന് പറയുമ്പോൾ കോൺസെപ്റ്റാണ് മനസ്സിലാക്കേണ്ടത്. സർവീസ് ചെയ്യുമ്പോൾ ഉള്ള കോൺസെപ്റ്റ്. ദാറ്റ് മീൻസ് 2 ക്രൈറ്റീരിയയാണ്. ഒന്ന് ബോക്സ് ലൈനും ഒന്ന് നെറ്റ് ഹൈറ്റും. നെറ്റ് ഹൈറ്റിലൂടെ ബോക്സ് ലൈനിലേക്ക് കറക്റ്റായി ഷട്ടിൽ എക്സിക്യൂട്ട് ആകുമ്പോഴാണ് നിങ്ങൾക്ക് നല്ലൊരു സർവീസ് ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കോർട്ട് ഓൾറെഡി ഞാൻ ഇത്രയും പോർഷൻ കവർ ചെയ്തു. ബോഡിയുടെ ബാലൻസ് പോവാത്ത രീതിയിൽ പൊടിക്കൂടെ ഞാൻ ഫ്രണ്ടിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ കുറച്ച് എഫേർട്ട് മതിയായിരിക്കും ഷട്ടിലിനെ അപ്പുറത്തേക്ക്. സോ ഷട്ടിൽ പ്രോപ്പറായിട്ട് ഇൻഡെക്സ് ഫിംഗറും തം ഫിംഗർ യൂസ് ചെയ്ത് പിടിക്കുക. പ്രോപ്പർ ബാക്ക് ആൻഡ് ഗ്രിപ്പ് കുറച്ച് കയറ്റി പിടിക്കുക, റാക്കറ്റ് കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട്. കറക്റ്റ് പൊസിഷനിൽ വന്ന് നിൽക്കുക. ഷട്ടിൽ ഫ്രണ്ടിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കുക. റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ഈ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നിങ്ങളുടെ തം ഫിംഗർ യൂസ് ചെയ്തിട്ട് ഷട്ടിലിനെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ബോഡി ഫ്രണ്ടിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യുക, ദെൻ എക്സിക്യൂട്ട്. സോ ഇത്തട്ടും ബോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഇതേ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ നെറ്റ് ഹൈറ്റ് ബോൾ മാർക്ക് ചെയ്തതിന് ശേഷം ട്രൈ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോർട്ടിലും ബാക്ക് ആൻഡ് സർവീസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും.